CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വളരെ രഹസ്യമായാണ് പ്രത്യേക അന്വേഷണ സംഘം CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SITക്കുമേൽ സമ്മർദ്ദമുണ്ടെന്നും കോടതി നിയോഗിച്ച SITക്ക് സ്വാതന്ത്ര്യം വേണമെന്നും സതീശൻ. പൊന്നയൂർ പഞ്ചായത്ത് അകലാട് പട്ടികജാതി ഉന്നതിയിൽ 1 വർഷം നീണ്ടുനിൽക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗാന്ധിഗ്രാമം നേതൃത്വം നൽകുമെന്ന് രമേശ് ചെന്നിത്തല. പട്ടികജാതി ഉന്നമനത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ കൃത്യമായി അർഹരുടെ കൈകളിൽ എത്തിക്കാനായി കൃത്യമായ ഇടപെടൽ നടത്തുമെന്നും ചെന്നിത്തല. മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം നടത്താനാകാത്തതിൽ ഗുരുവായൂരിൽ ഭക്തജനരോഷം ഇരമ്പി. ക്യൂ സംവിധാനങ്ങൾ തകർത്തു. സെക്യൂരിറ്റി ജീവനക്കാരുമായി ഉന്തും തള്ളും. വടക്കേനടയിലേക്ക് ഭക്തരെ കടത്തിവിടുന്ന ഗ്രിൽ ഗേറ്റ് തകർന്നു. കൂടുതൽ പോലീസെത്തി ഭക്തരുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ 2ാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വലൂർപ്പടി സ്രാമ്പിക്കൽ ദിവേഗിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ്മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ്മേള ജനുവരി 2 മുതൽ 11 വരെയാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്നത്. ഗുരുവായൂരിൽ 3 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. നെന്മിനി മിച്ചഭൂമിയിൽ അറക്കപ്പറമ്പിൽ ഷക്കീർ, തൂമാട്ടിൽ പ്രേമൻ, പൊന്നത്ത് ഭാർഗവി എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. 3 പേരും പ്രാഥമിക ചികിത്സ തേടി. ഗുരുവായൂരിൽ CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെ ആക്രമണം. കോൺഗ്രസ് പ്രവർത്തകന്റെ കാർ തകർത്തു. പേരകം ചെമ്മണ്ണൂർ സജി ഉപയോഗിക്കുന്ന കാറിന്റെ പിൻചില്ലാണ് ഇളനീർത്തോട് ഉപയോഗിച്ച് എറിഞ്ഞു തകർത്തത്. കാർഷിക സ്മരണയുയർത്തി കാട്ടക്കമ്പാൽ തിരുവാതിര വാണ്യം തുടങ്ങി. വാണ്യം കലാസന്ധ്യ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ 57ാമത് സ്ഥാപന പെരുന്നാൾ ആഘോഷിച്ചു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അശ്വമേധം 7.0 ജനുവരി 7 മുതൽ നടക്കും. ക്യാമ്പയിന്റെ മുന്നൊരുക്ക യോഗം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. പുതുവത്സര ദിനത്തിൽ ഗുരുവായൂരപ്പന് വഴിപാട് സമർപ്പണമായി പൊന്നിൻ കിരീടം. തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി ഷോമകൃഷ്ണയാണ് 27.5 പവൻ വരുന്ന സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന NP മേരി ടീച്ചറുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു. ചാവക്കാട് എടക്കഴിയൂർ ഹൈസ്കൂളിന് പടിഞ്ഞാറുഭാഗം കാതിരിയയിൽ പറമ്പിലെ പുല്ലിന് തീപിടിച്ചു. രാമച്ച കൃഷി പൂർണ്ണമായും കത്തിനശിച്ചു. ഏതാണ്ട് 3 ഹെക്ടർ വിസ്തൃതിയുള്ള മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.